ബേസിക് ബ്ലെൻഡർ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം. ഒരു വേൾഡ് ക്ലാസ് 3D ആനിമേഷൻ സോഫ്റ്റ്വെയർ ആണ് ബ്ലെൻഡർ. ലോകത്തിൽ ഒരുപാട് ആനിമേഷൻ കമ്പനികൾ ബ്ലെൻഡർ ഉപയോഗിക്കുന്നുണ്ട്. ലൈറ്റ് വേവ്, 3ds Max, മായ തുടങ്ങിയ സോഫ്റ്റ്വെയറുകളെക്കുറിച്ച് താങ്കൾക്ക് അറിവുണ്ടെങ്കിൽ ബ്ലെൻഡറിന് എന്തു ചെയ്യാൻ കഴിയുമെന്ന് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ പേര് സഞ്ജയ്. ബ്ലെൻഡർ എന്താണ് എന്ന് ചുരുക്കത്തിൽ വിശദീകരിക്കാം. ഒരു സമ്പൂർണ്ണമായ 3D സോഫ്റ്റ്വെയർ ആണ് ബ്ലെൻഡർ. ബ്ലെൻഡർ ഉപയോഗിച്ച് താങ്കൾക്ക് താങ്കളുടെ സ്വന്തം ഡിസൈനിലുള്ള ഉപകരണങ്ങളോ കഥാപാത്രങ്ങളോ നിർമ്മിച്ച് അതിന് ടെക്സ്ചറോ നിറമോ കൊടുക്കാം. കൂടാതെ അതിനെ അനിമേറ്റ് ചെയ്യുകയും ചെയ്യാം. ഒരു ഹൈ ക്വാളിറ്റി ആനിമേഷൻ ഫിലിം ഒരാൾക്ക് ഒറ്റയ്ക്ക് നിർമ്മിക്കാൻ തക്ക ശക്തമാണ് ബ്ലെൻഡർ. കാഴ്ചയിൽ ബ്ലെൻഡർ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണെങ്കിലും ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. വളരെ സുഖപ്രദമായ രീതിയിൽ വർക്ക് ചെയ്യാൻ തക്കവണ്ണം ഡിസൈൻ ചെയ്തതാണ് ബ്ലെൻഡർ ഇൻ്റർഫേസ്. ഒരു വലിയ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ പോലെയാണ് ബ്ലെൻഡർ. ഈ ബോട്ടിൽ ബ്ലെൻഡറിൽ ചെയ്തതാണ് എന്നുവെച്ചാൽ തീർച്ചയായും ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ പോലെ എന്നർത്ഥം. ഇതിനെ മെഷ് ഒബ്ജക്റ്റ് എന്ന് പറയും. പോളിഗൺ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വസ്തു നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിനു മുകളിൽ സ്റ്റിക്കർ പതിപ്പിക്കാം. ഇതിനെ ടെക്സ്ചർ എന്ന് പറയും. ടെക്സ്ചർ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റുഡിയോ ലൈറ്റിങ്ങും ക്യാമറയും സെറ്റ് ചെയ്യാം. ഫൈനൽ റിസൾട്ട് ഏകദേശം ഫോട്ടോഗ്രാഫ് പോലെ ഇരിക്കും. അനിമേഷൻ ചെയ്യുന്നതിനു കൂടെ ഒരു നല്ല സോഫ്റ്റ്വെയർ ആണ് ബ്ലെൻഡർ. ഈ ചിത്രശലഭം ബ്ലെൻഡറിൽ ചെയ്തതാണ്. ആനിമേറ്റേഴ്സ് സ്കോർ ഷീറ്റ് അഥവാ ആക്ഷൻ എഡിറ്റർ അനിമേഷൻ ഈസിയാക്കാൻ സഹായിക്കും. ശലഭം മോഡൽ ചെയ്തതിനു ശേഷം ചിറകുകളിൽ ബോൺ അപ്ലൈ ചെയ്തിരിക്കുന്നത് കാണാം. ഇത് യഥാർത്ഥ ബോൺ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ബോൺ പോലെയുള്ള ഓപ്ഷനുകൾ കൊണ്ട് അനിമേഷൻ വളരെ ഈസിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ബ്ലെൻഡർ തികച്ചും ഫ്രീ ആണ്. വില കൊടുത്ത് വാങ്ങേണ്ടതില്ല. ബ്ലെൻഡർ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു സിമ്പിൾ സീൻ എങ്ങനെ ബ്ലെൻഡറിൽ തയ്യാറാക്കാം എന്നതിനെപ്പറ്റി അടുത്ത സെഷനിൽ വിശദീകരിക്കാം. ഈ വീഡിയോ താങ്കൾക്ക് ഇഷ്ടമായെങ്കിൽ pencilsource@gmail.com മെയിൽ ചെയ്യൂ. നന്ദി.